എടാ ഞാൻ കഴിയുമ്പോൾ ആരോടും പറയാൻ സത്യം ഉറപ്പാണോ? ഫ്ലൈറ്റ് ഞാൻ വാടക കൊടുക്കണം. ഇവിടെ 3 ഫ്ലൈറ്റ് ഉണ്ട്. വാടക കൊടുത്തവരൊന്നും വിശ്വസിച്ചില്ല കേട്ടോ. അല്ല ഇത് ഞാൻ വാടക കൊടുത്ത ഫ്ലൈറ്റുകളാണ്. നിങ്ങൾക്ക് വിശ്വാസമാകണമില്ല. ചാക്കുന്ന ക്ലാസ് ഒക്കെ കുറിച്ച് ആകെ ലുക്കായ സ്വപ്നമല്ല എപ്പോഴാണ് പുതിയ വീട്ടിലേക്ക് ഓർക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഓർക്കും. മക്കളെ നമ്മൾ എന്താ പറയുക ടീച്ചർ, നമ്മൾ എല്ലാവരും പരിപാടിക്ക് പോവാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. പക്ഷെ അതെ ആദ്യമായിട്ടല്ലേ പോകുന്നത്. അതാണ് എങ്ങനെയുണ്ട്? സന്തോഷമായില്ലേ? ഈ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? അപ്പൊ അതിൽ ആദ്യം പോകുന്നു ചോദിച്ചു. പിന്നെ പറയാൻ നിൽക്കണേ അപ്പൊ എന്തായാലും എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ മക്കളെ നമ്മൾ എയർപോർട്ടൊക്കെ എത്തി കണ്ടോ? എയർപോർട്ട് മാഷാ അല്ലാഹ് സുഖല്ലേ? ശരിക്കും നമുക്ക് എന്താ ശരി കണ്ണട ദിൽഷോ സുഖല്ലേ? ഇപ്പൊ ഒരു എൻട്രിക്കാണ് അപ്പൊ നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എത്തിട്ടോ നിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ നോക്കുന്നത്. എടുക്കാനാ ഇന്നെ എടുക്കണ ഞാനുണ്ടോ വീഡിയോയില്? എന്താ പറയല്ലത്? ഫുള്ള് ഉറക്കാൻ കിട്ടും അല്ലേ? പക്ഷെ അതെ ചെയ്ത് നമ്മ എടുത്തിട്ടോ. ഒറ്റക്ക് ഒരൊറ്റക്ക് ചാടിക്കാൻ വയ്ക്കണു നമ്മളെ കൂട്ടാതെ. ഇടയ്ക്ക് ഉണ്ട് ഷാക്കിനല്ലേ? ഷാക്കിൻ്റെ അനക്കേ ഉച്ചക്കത്തെ ഫുഡ് ക്യാൻസൽ കേട്ടോ. അത്രേ ഉള്ളൂ. ആകൊന്നും ഇന്നലുള്ളൂ. ആ പടക്ക് പോകുന്നോ അവളെ കളിയൊക്കെ നടക്കാതെ കാര്യമില്ല. ആരുടെ നോണ അറിയണേ? എങ്ങനെ പറ? ഇത് മുഞ്ചുണ്ടല്ലോ എന്നെങ്ങട്ടാ? ഫോട്ടോഷൂട്ട് നടന്നിരിക്കും കേട്ടോ. നമ്മളുടെ ഫോട്ടോ വേണം. മക്കളെ ചായ കുടിക്കാൻ വന്ന ചായക്ക് 30 റുപ്യ. മുനീറെ നാട്ടിലത്തെ ചായക്ക് എത്ര? 10 റുപ്യ. ഇവിടെ എത്ര? 30 റുപ്യ. നജില കോഫി എങ്ങനെ ഉണ്ടായിരുന്നു? 30 കോഫിക്ക് 40. നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര? 15 റുപ്യ വിത്ത് 3. എന്താണ് അവസ്ഥ? നജില വാ അടിണ്ടാക്കാം. വരും ചെയ്യൂ. ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടെ. അവിടുത്തെ പേരും കാര്യങ്ങളും നോക്കിയിട്ട് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം ഗൈസ്. ഇവിടെ എനിക്ക് എൻ്റെ ഡ്രസ്സുകളൊക്കെ തിരുമ്പാണ്ട് കൊടുന്നു കേട്ടോ.
ഇവിടെ ആധാർ കാർഡ് ആധാർ കാർഡ് നടക്കൂലേ ബാഗ് ഇപ്പോൾ പിൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ പിൻ ചെയ്ത് വന്നിരിക്കരുത് ടോട്ടൽ ബാഗ് ഒന്ന് എണ്ണിക്കാം ടോട്ടൽ കിട്ടിയിട്ടുണ്ട് ഇർഷാദിനെ സന്തോഷം ഇർഷാദിന് ആദ്യമായിട്ട് ഗൾഫ് പോണ് ആദ്യമായിട്ട് ഗൾഫ് പോണ് അല്ല ഗൾഫ് ഫ്ലൈറ്റ് ആദ്യമായിട്ടല്ലേ ഒക്കെ എൻ്റെ അവിടെ ഇതല്ലേ അത്രേ ഉള്ളൂ ഇർഷാദ് ചെലവ് വേണം എന്റെ ചെലവിന് അതിന്റെ മുമ്പ് അതല്ല അതില് ഓർമ്മ അല്ല അവർക്ക് രണ്ട് ചെലവ് കൊടുക്കാണ്ട് ഷാക്കറെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോണ് ആണെന്ന് പറ വീഡിയോയിലാണെന്ന് പറയണോ അപമാനിച്ചെങ്കിൽ ടിക്കറ്റ് കിട്ടിയ സന്തോഷം ഗായ്സ്. ഇപ്പം അങ്ങനെ മക്കളെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൻ്റെ അവിടെ കേട്ടോ ഞാൻ കാണിച്ചു തരാം. ഇപ്പം കൂളിംഗ് ഗ്ലാസ്സൊക്കെ നോക്കുന്നുണ്ട് റേറ്റ് കണ്ടിട്ട് അത്ഭുതപ്പെടും. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിങ്ങനെ എയർപോർട്ടിൻ്റെ മുകളിലത്തെ അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അതാ ഫ്ലൈറ്റിൽ കയറും. ഓക്കെ ഫ്ലൈറ്റിൽ കയറും. ഇത് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫ്ലൈറ്റ് ഇറങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓര്. ഞാൻ അങ്ങോട്ട് വരണ്ടപ്പോൾ എൻ്റെ കൂടെ വന്നു ഞാൻ അത് കാണുന്നു. ഇതാണ് ഇവൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കാണുന്നത്. ഇതാണ് ഫ്ലൈറ്റ് കണ്ടോ. ഞാൻ കഴിയുമ്പോൾ ആരോടും പറയാൻ സത്യം ഉറപ്പാണോ ഫ്ലൈറ്റ് ഞാൻ വാടക കൊടുക്കണം. ഇവിടെ 3 ഫ്ലൈറ്റ് ഇന്ത്യയാണ് വാടക കൊടുത്തവരൊന്നും വിശ്വസിച്ചില്ല കേട്ടോ. റിട്ടേൺ വരുമ്പോൾ ഫ്ലൈറ്റ് ആക്കാൻ അല്ല ഇത് ഞാൻ വാടക കൊടുത്ത ഫ്ലൈറ്റുകളാണ് ഇവർക്ക് വിശ്വാസമാകണമില്ല. അപ്പം ഇങ്ങനെ ഇവിടെ തന്നെ ചാറ്റ് ചെയ്യാണല്ലോ. സീറ്റൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഉഷാറല്ലേ അടിപൊളി. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ലക്ഷദ്വീപില്ലേ ഉഷാറെ സെറ്റല്ലേ. പിന്നെ ആ പോലെയാണ് എനിക്ക് എന്ത് മൂടോ പോയി നമ്മുടെ പ്രോഗ്രാംസിൻ്റെ അടുത്ത് നമ്മുടെ സ്കിൽ സ്പിയറിൻ്റെ കോൺഫറൻസ് കൂടി ഉണ്ട്. സ്കിൽ സ്പിയർ എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. സ്കിൽ സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ആക്റ്റീവാക്കി എടുക്കാൻ പറ്റുള്ളൊരു കോഴ്സാണ്. നമുക്കറിയാം നമ്മളെ കുട്ടികളെ എല്ലാവരുടെ മുമ്പിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരുക അല്ലെങ്കിൽ ആക്റ്റീവായ കുട്ടികളെ മാത്രമേ ടീച്ചർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. നമുക്കറിയില്ല നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ കൂടുതൽ ആക്റ്റീവുള്ള കുട്ടികളെ മാത്രമേ ടീച്ചർമാർക്കും പേരൻസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികളെ പഠിക്കുന്ന 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു കോഴ്സ് നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കുട്ടികളുടെ സമയം നിങ്ങൾ എന്താ പറയുക ഈ ഒരു വിലപിടിപ്പുള്ള സമയം പോകുന്നതിന് മുമ്പ് ഈ ഒരു കോഴ്സിൽ നിർബന്ധമായിട്ടും ചേർക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം 30 ദിവസം 30 വ്യത്യസ്ത ആക്ടിവിറ്റീസാണ് കേരളത്തിലെ ബെസ്റ്റ് ട്രെയിനർ ടീച്ചേഴ്സ് കുട്ടികളൊപ്പം നിന്ന് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ താഴെ സഫാൻ കൊടുക്കും. എന്തായാലും അതിൻ്റെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലാണ് ഏറെപ്പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കിഡ്സ് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് കോഴ്സാണ്. സോ എന്തായാലും താങ്ക് യു എല്ലാവരുടെ കുട്ടികളും. എനിക്കിപ്പോൾ ഇതിനെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാ. അതൊക്കെ ലക്ഷദ്വീപിലേക്ക് പോകണതിൻ്റെ 2 കാര്യം വന്നിരും. അങ്ങനെ ലക്ഷദ്വീപ് പോകണതിൻ്റെ ഇൻഷാ അല്ലാ ഈ കാര്യങ്ങൾക്കൊക്കെയാണ് പോകുന്നത്. 2-3 പ്രോഗ്രാംസുകളും ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺഫറൻസും ഉണ്ട്. എല്ലാം കൂടെ ഇൻഷാ അല്ലാ അടിച്ചുപൊളിയാം. ബോസേ ഉഷാറല്ലേ എന്തായാലും മക്കള് എനിക്ക് കാര്യങ്ങൾ അപ്പോൾ തരാമത്തെ ഫോൺ കുത്തിക്കൊണ്ട് ഈ സൈഡ് ഇപ്പോൾ നിൽക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ലക്ഷദ്വീപിൽ നമുക്ക് വന്നിട്ട് 3 പ്രോഗ്രാംസാണ്. അപ്പോൾ എന്തായാലും അവർക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാ ഫ്ലൈറ്റിന് വേണ്ടി കാത്ത് കഴിഞ്ഞ 1/2 മണിക്കൂറുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഈ വീഡിയോ അതിൻ്റെ പേര് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന വീഡിയോ, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ എത്തിയിട്ട് എങ്ങനെ ഒക്കെയുള്ള വീഡിയോ കാണാൻ മറക്കാത്ത വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും അസ്സലാമു അലൈക്കും മക്കളെ. അപ്പോൾ നമ്മൾ പരിപാടിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ലക്ഷദ്വീപിക്ക് പരിപാടിക്ക് പോകണേ. അപ്പോൾ നമ്മൾ കൂടെ എല്ലാവരും ഉണ്ട്. ജിൽഷോ എന്തൊക്കെ പറയാല്ലേ? എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മളൊക്കെ ഇങ്ങനെ പല സ്ഥലത്തേക്കും പ്രോഗ്രാമിന് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടീമായിട്ട് എന്താ പോകുമ്പോൾ ഭയങ്കര രസം, വേറൊരു രസം തന്നെ അല്ലേ. അപ്പോൾ നമ്മളെ കീബോർഡ്സ് അതുപോലത്തെ ഗിറ്റാർസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ
ഇൻഷാല്ല 2-3 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇടുന്നതല്ലേ, ദിൽഷാൻ്റെ ചാനലിൽ അതുപോലെ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.